സത്യം എന്താന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും. മോള് പറ നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ ദോഷങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷങ്ങൾ മാത്ര. അതിന് പരിഹാരം കണ്ടേ തീരൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്നൊരു ജോത്സ്യനെ കാണണം. വേണമെങ്കിൽ ഞാനും കൂടി വരാം. വേണ്ട, വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ മോള് വരണ്ട. ഞാൻ തന്നെ പോയി ജോത്സ്യനെ കണ്ടോളാം. മോളെ, അച്ഛന് നല്ല ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. മോള് ചെല്ലേ. ശരി അച്ഛാ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എനിക്ക് അച്ഛനെ കാണണം. മോളെ, അച്ഛൻ വരും മോളെ. മോളെ ഇങ്ങനെ കിടന്ന് കരയാതെ. എത്ര ദിവസം എന്റെ മോളെ ഇങ്ങനെ കള്ളും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നേ? എനിക്കിനി സഹിക്കാൻ വയ്യത്. അമ്മ ഈ കരച്ചില് കണ്ടോ? ഇവളോട് നമ്മൾ എന്ത് സമാധാനം പറയും? നീ വിഷമിക്കാതെ മീരേ. ഒരു കുഴപ്പം കൂടാതെ അവൻ ഇങ്ങ് തിരിച്ചു വരും. ഇത് കേട്ട് കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റെ ഭർത്താവിന്റെ ജീവനാ വലുത്. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുത്തേ പറ്റൂ. അമ്മ ഇത് പിടിച്ചേ. ദേ, എന്റെ പേരില് ആകെയുള്ള പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റാ. അമ്മ ഇത് അച്ഛനെ ഏൽപ്പിക്കേ. ഹലോ, തമ്പാൻ സ്പീക്കിംഗ്. എനിക്ക് മധുവിനോടാ സംസാരിക്കാനുള്ളത്. അണ്ണനോട് പറയാനുള്ളത് എന്നോട് പറഞ്ഞാ മതി. ഞാൻ അണ്ണന്റെ സെക്രട്ടറിയാ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. മധുവിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. അത് ശരി, അത്രയ്ക്ക് ധൈര്യോ? നിങ്ങളാരാ? ഞാൻ മധുവിന്റെ ഒരു അഭ്യുദയകാംക്ഷയാ. ആര്? എടോ, ഞാൻ മധുവിനോട് താല്പര്യമുള്ള ഒരാളാണെന്ന്. അണ്ണ, മര്യാദയ്ക്ക് അയാളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക്. അണ്ണ, അണ്ണ, ആരാ തമ്പാനെ? അണ്ണ, അണ്ണനോട് താല്പര്യമുള്ള ഏതോ സ്ത്രീയാ. സംസാരിക്കണ്ണ. ഹലോ, ആരാ? ഇത് മധു തന്നെയാണല്ലോ അല്ലേ? അതെ. ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളാരാ? ഞാൻ ആരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ
നിങ്ങൾക്ക് വിലപ്പെട്ടതാ. നിങ്ങൾ ആരാണെന്നറിയാതെ ഞാനെങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും? എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹോദരിയെ വണ്ടി ഇടിച്ചു കൊന്ന അനൂപിനെ പറ്റിയാ. അവൻ ഉടനെ ജാമ്യത്തിലിറങ്ങും. അന്ന് ഞാൻ അവനെ തീർക്കും. നിങ്ങൾക്കേ അവനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അതിന് അവനെ നിങ്ങളുടെ കൈ കിട്ടിയിട്ട് വേണ്ടേ? അത് നിങ്ങൾക്കെന്നെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. ജാമ്യത്തിലിറങ്ങിയ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരാന്ന് പറഞ്ഞവര് ഒരിക്കലും അത് ചെയ്യാനൊന്നും പോകുന്നില്ല. അവരെ അനൂപിനെ രക്ഷിക്കും. തനിക്ക് അവന്റെ പൊടി പോലും കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെയും അവൻ്റെ അളിയൻ്റെയും കുടുംബത്തിൽ പിന്നെ ഒരാളും ജീവിച്ചിരിക്കില്ല. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. അതിനു മുമ്പ് അവരവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തേക്ക് കടത്തിയിരിക്കും. അവരുടെ പ്ലാൻ എങ്ങനെ നിങ്ങൾക്കറിയാം? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സഹോദരിയെ വണ്ടി ഇടിച്ച് കൊന്നവൻ ഈസി ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. തനിക്കെന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ ചെയ്യും. ഗുഡ് ബൈ. ഹലോ ഹലോ തമ്പാനെ, ജാമ്യത്തിലിറങ്ങിയാലുടൻ അവനെ പൊക്കിയിരിക്കണം. റെഡി അണ്ണാ. അല്ല, ആരും ഈ പോക്കേണ്ടത്? അവനെ, എൻ്റെ ലക്ഷ്മിയെ വണ്ടി ഇടിച്ചു കൊന്ന അനൂപിനെ. അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞവൻ നമ്മളെ ചതിക്കും. അവരവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ പോവാ. അണ്ണാ, എങ്കിൽ അവരുടെ വീട്ടുകാർ മുഴുവൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാണ. അവൻ രക്ഷപ്പെട്ടിട്ട് അവൻ്റെ വീട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് എന്ത് കാര്യം? കിട്ടേണ്ടത് അവനെയാ. അതിലൊരു കോംപ്രമൈസും ഇല്ല. എൻ്റെ ലക്ഷ്മിയെ ഇല്ലാതാക്കിയവനെ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം. അണ്ണാ, എന്നാ അവനെ പൊക്കുന്ന കാര്യം നമ്മൾ ഏറ്റണ്ണ. ഇനിയുള്ള കാര്യങ്ങൾ ചെങ്കൽ മധു നോക്കിക്കോളും. സച്ചിക്കും അർച്ചനയ്ക്കും അവന്റെ പൊടി പോലും കിട്ടില്ല. അച്ഛനിത് എവിടെ പോയി? സാധാരണ ഈ സമയത്ത് ഇവിടെ പത്രം വായിച്ചിരിക്കുന്ന ആളാണല്ലോ. ഇനി എഴുന്നേറ്റില്ലേ? അർച്ചന, എന്തുപറ്റി? അർച്ചന, അർച്ചനേട്ടത്തിന്റെ സൗണ്ട് ആണല്ലോ കേട്ടത്. അതെ, വാ. അയ്യോ, അച്ഛാ, 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 എന്തുപറ്റി? അച്ഛാ, എഴുന്നേക്ക്. അച്ഛാ, എന്തു പറ്റി? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് പിടിക്കേ.
സിസ്റ്ററെ ഒരു മിനിറ്റ് ഇപ്പോ വരാം. ഹലോ സന്ദീപ്, അച്ഛൻ അച്ഛനെന്ത് പറ്റി? അച്ഛൻ പെട്ടെന്ന് ബോധം കിട്ടി വീണു. അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെല്ലുവോ? സിസ്റ്റർ നന്ദേട്ടൊന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. എന്തു പറ്റി? ഞങ്ങളുടെ അച്ഛന് സുഖമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊന്ന് കാഷ്വാലിറ്റിയിലൂടെ പോയിട്ട് വരാം. അധികം താമസിക്കരുത്. ഇല്ല, പെട്ടെന്ന് വരാം. സച്ചേട്ടാ, ഡോക്ടർ അച്ഛനെങ്ങനുണ്ട്? സമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ട്രോക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയനെ. ഈശ്വര. ഡോക്ടർ, ഞങ്ങള് ഒന്ന് അകത്തേറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. പക്ഷെ അധികം സംസാരിപ്പിക്കരുത്. ആ ഇല്ല ഡോക്ടർ. സന്ദീപേ വാ. അതെ, നിക്ക്. അവര് കണ്ടിട്ട് വരട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ഛൻ വലിയ ടെൻഷനിലായിരുന്നു. ശരിക്കു പറഞ്ഞ സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛനതൊന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നന്ദേട്ടന്റെ കാര്യം സംഭവിച്ചതെല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി. എന്ത് സംശയം? നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്നാ അച്ഛന് സംശയം തോന്നിയത്. എന്നിട്ട് എന്നെയും കൂട്ടി അച്ഛന് പരിചയമുള്ളൊരു ജോത്സ്യനെ കാണാൻ പോയി. അവിടെ ചെന്ന് ജോത്സ്യം പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. ജോത്സ്യൻ എന്താ പറഞ്ഞേ? നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഈ അപകടങ്ങളെല്ലാം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആരംഭമാണെന്നാ ആ ജോത്സ്യം പറഞ്ഞത്. പൂർവികന്മാരെല്ലാരും കൂടി ചുട്ടുകൊന്ന ഏതോ ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ തറവാട്ടിൽ പുനർജനിക്കാൻ പോകുന്നു. ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിൽ നിന്ന് വന്ന് പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. ആ ടെൻഷൻ എല്ലാം കൂടി ഉള്ളിക്കൊണ്ട് നടന്നിട്ടാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്. ഇപ്പൊ നീ അച്ഛനെ കാണാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. നിന്നെ കണ്ടാലേ അച്ഛന് ചിലപ്പോ വീണ്ടും സ്ട്രോക്ക് വരും. ആ അതോടെ ചിലപ്പോ ആളങ്ങ് തട്ടിപ്പോയിന്ന് വരും. ജോത്സ്യം പിന്നെ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ലാന്ന്. അത് കേട്ടതിന്റെ ഷോക്കാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്.
എന്തായാലും ഇതൊരു ഹോസ്പിറ്റലാ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എന്ത് വേണമെന്ന് നീ ആലോചിക്ക്. തൽക്കാലം ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യും. നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. കൊടുക്കാനാ ആ ചെങ്കൽ മധുവിന് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുകൊടുക്കാന്ന് സച്ചി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ അവരെ വിശ്വസിക്കണോ? അനുപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയേ പറ്റൂ. ഞാൻ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് ഏർപ്പാട് ചെയ്യാം. മോനെ, സച്ചി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ. പക്ഷെ അത് നിന്നെ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയല്ല. അർച്ചനയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ ഗുണ്ടകൾ നിന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പിന്നെ ആ സമയത്ത് അവൻ വേറെ എന്ത് ചെയ്യാനാ? അവരെ രക്ഷിക്കാൻ വേണ്ടി അവനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിന്നെ അവൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതറിഞ്ഞപ്പോ ഉള്ള സങ്കടം കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഗർഭിണിയായ ഒരു പെണ്ണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് ആ ഗുണ്ടകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആരായാലും ഒന്ന് പതറിപ്പോകും. അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്നെ ഒരിക്കലും അവൻ ഗുണ്ടകൾക്ക് കൊണ്ട് കൊടുക്കത്തില്ല. ഇനി അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും നമ്മുടെ കുടുംബത്തിലും നെല്ലിശ്ശേരി കുടുംബത്തിലും ആകെ ഒരു ദോഷകാലവാ. ഇതാണ് യോഗി. പിന്നെ എന്താ ചെയ്യ? മോനെ, സച്ചിയെ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ലടാ. സച്ചി എങ്ങനെ പറഞ്ഞു ഓർത്ത് നീ തെറ്റിദ്ധരിക്കണ്ട. അവനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവനൊരിക്കലും എന്നോട് അങ്ങനെ ഒരു നീതികേട് ചെയ്യാൻ കഴിയില്ല. അന്നേരം അവരെ രക്ഷിക്കാൻ അങ്ങനെ ഒരു തന്ത്രം ഉപയോഗിച്ചൊന്നല്ലാതെ അങ്ങനെ ഒരു നീതികേട് എന്നോട് കാണിക്കാൻ അവന് കഴിയില്ല. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നോ? അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. അനൂപേ, കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലേക്കാ നീങ്ങുന്നേ. മധുവിനെതിരെ കേസ് കൊടുക്കരുതെന്ന് ഇന്നലെ ഞാൻ അർച്ചനയോട് പറഞ്ഞതാണ്. പക്ഷെ എന്നോടൊരു വാക്ക് പോലും പറയാതെ അവർ കമ്മീഷണർക്ക് കൊണ്ടുപോയി പരാതി കൊടുത്തു. മധുവിന്റെ അഡ്വക്കേറ്റ് റാണിചന്ദ്ര വഴി കോംപ്രമൈസിന് ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. അവര് റാണിചന്ദ്രനെ ചെന്ന് കാണുകയും ചെയ്തു.
പക്ഷെ ആദ്യത്തെ സിറ്റിംഗിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വർക്കായില്ല. പക്ഷേ അടുത്ത തവണ അത് ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു. അതിനു മുമ്പ് അവർ കമ്മീഷണർക്ക് കേസ് കൊടുത്തത് ഇതിനെല്ലാം തിരിച്ചടിയായി. അപ്പോ എന്റെ അനൂപേട്ടന് ജാമ്യം കിട്ടില്ലേ സർ? ജാമ്യം കിട്ടും, അതൊരു പ്രശ്നമല്ല. പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അനൂപിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അയ്യോ ഈശ്വരാ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഞാനൊരു ഡ്രാമ കളിച്ചതാണെന്ന് മധുവിന് ബോധ്യമായിട്ടുണ്ട്. എന്നാലും കമ്മീഷണർക്ക് കേസ് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചടിയാവും. ഇനിയൊരു കോംപ്രമൈസിന് മധുവിനോട് ആര് സംസാരിക്കും? എങ്ങനെ സംസാരിക്കും? ഇനിയിപ്പോ എന്താണ് സാർ ചെയ്യാൻ പറ്റുക? അർച്ചന കിട്ടിയ കുരുക്ക് അർച്ചന തന്നെ അഴിക്കണം.